ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ തിരുവചനം ശ്രവിക്കുന്നതിന് മുമ്പ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ വചനത്തിൻ്റെ ചുരുള് അഴിഞ്ഞപ്പോൾ എളിയവർക്ക് അത് പ്രകാശം നൽകിയല്ലോ. പാദങ്ങൾക്ക് വിളക്കും പാതകളിൽ വെളിച്ചവുമായ അങ്ങയുടെ വചനത്തെ സ്നേഹിക്കുവാനും സ്വീകരിക്കുവാനും അനുസരിക്കുവാനും ജീവിപ്പാനും അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വചനത്തെ ആദ്യമായി ഉദരത്തിൽ സംവഹിച്ച പരിശുദ്ധ അമ്മയെപ്പോലെ വചനം ഹൃദയത്തിൽ സംഗ്രഹിപ്പാൻ ആവശ്യമായ അഭിഷേകം ഞങ്ങൾക്ക് തരുന്നതിന് വേണ്ടി അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആമേൻ. പുറപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 12, 13, 14 തിരുവചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. എന്നാൽ പീഡിപ്പിക്കും തോറും അവർ വർദ്ധിക്കുകയും വ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈജിപ്തുകാർ ഇസ്രായേൽ മക്കളെ ഭയപ്പെട്ടു തുടങ്ങി. അവരെ കൊണ്ട് നിർദ്ദയം അടിമവേല ചെയ്യിച്ചു. കുമ്മായവും ഇഷ്ടികയും കൊണ്ടുള്ള പണികളും വയലിലെ വേലകളും കഠിനാധ്വാനവും കൊണ്ട് അവരുടെ ജീവിതം ക്ലേശപൂർണമാക്കി. മർദ്ദനത്തിന് കീഴിൽ അടിമവേല ചെയ്യാൻ ഇസ്രായേൽക്കാർ നിർബന്ധിതരായി. 12-ാമത്തെ വചനം നമുക്കൊരിക്കൽ കൂടെ ശ്രദ്ധിക്കാം. എന്നാൽ പീഡിപ്പിക്കും തോറും അവർ വർദ്ധിക്കുകയും വ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പീഡിപ്പിക്കും തോറും അവർ വർദ്ധിച്ചു. അവർ തമ്പുരാൻ്റെ സ്നേഹത്തിന് മുൻപിൽ വ്യാപിക്കുകയും ചെയ്തു എന്ന് പുറപ്പാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവെഴുത്തിൽ നമ്മൾ കാണുകയാണ്. അടിമവേല ചെയ്ത് ഒരുപാട് അധ്വാനത്തിലും ക്ലേശങ്ങളിലും മുഴുകിയിരുന്ന തൻ്റെ ജനതയുടെ കഷ്ടപ്പാട് കാണുന്ന കർത്താവിൻ്റെ വലിയ കാരുണ്യമാണ് ഈ തിരുവചനങ്ങളിൽ നമ്മളിപ്പോൾ വായിച്ച് കേട്ടത്. പീഡിപ്പിക്കും തോറും അവർ വർദ്ധിച്ചു കൊണ്ടിരുന്നു. ഇവരുടെ ഈ വർധനവിൽ അവർ ഭയപ്പെട്ടു. തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുകയാണ് 22-ാമത്തെ വചനം. അപ്പോൾ ഫറവോ പ്രജകളോട് കൽപ്പിച്ചു, ഹെബ്രായർക്ക് ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം നൈൽ നദിയിൽ എറിഞ്ഞു കളയുവിൻ, പെൺകുട്ടികൾ ജീവിച്ചു കൊള്ളട്ടെ. അവരുടെ അംഗസംഖ്യ കുറയ്ക്കാനായിട്ട് ആൺകുഞ്ഞുങ്ങളെ എല്ലാം നൈൽ നദിയിൽ എറിഞ്ഞ് കൊല്ലാനായിട്ട് ഫറവോ ഉത്തരവിടുകയാണ്. അങ്ങനെയാണ് ഹെബ്രായ സ്ത്രീക്ക് ഉണ്ടായ തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ പദ്ധതിയും അതിലൂടെ മോസസിലൂടെ ദൈവം ചെയ്യുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ കാണുകയാണ്. ഇതെല്ലാം നമുക്ക് പറഞ്ഞും പഠിപ്പിച്ചും തരുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ഒരാളെക്കുറിച്ച് ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കും, അത് നടത്തും എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ മോശയുടെ ജനനത്തെക്കുറിച്ച് തിരുവചനത്തിൻ്റെ 2-ാം അധ്യായത്തിലൂടെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ കാണുകയാണ്. ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ തൻ്റെ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ വിവാഹം ചെയ്തു. അവൾ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിച്ചു. ശിശു കോമളനായിരുന്നതിനാൽ അവൾ അവനെ 3 മാസം രഹസ്യമായി വളർത്തി. പിന്നെ മുകളിലേക്ക് വളർത്താൻ മേലാത്ത ഒരവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഈ ഹെബ്രായ സ്ത്രീ തൻ്റെ കോമളനായ ഈ കുഞ്ഞിനെ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. രഹസ്യത്തിൽ വളർത്തുക ബുദ്ധിമുട്ടായതുകൊണ്ട് കളിമണ്ണും താറും പൂശിയ ഒരു പേടകത്തിൽ അവനെ കിടത്തി. നദീതീരത്തുള്ള ഞാങ്ങണച്ചെടികളുടെ ഇടയിൽ പേടകം കൊണ്ടുചെന്ന് വെച്ചു. അവിടെ ഒരു പേടകത്തിനകത്ത് കുഞ്ഞിനെ ആക്കി, അത് വെള്ളം കയറിയല്ലാത്തതുപോലെ ഭദ്രമായിട്ട് ആക്കി നൈൽ നദിയിൽ ഞാങ്ങണകളുടെ ഇടയിൽ കൊണ്ടുപോയി ഈ കുഞ്ഞിനെ വെച്ചു. എന്നിട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നറിയാൻ സഹോദരി നോക്കി നിൽക്കുകയാണ്. തിരുവചനം വായിച്ച് വരുമ്പോൾ ദൈവത്തിൻ്റെ ആ പദ്ധതിയുടെ നടപ്പിലാക്കലിൻ്റെ ദൈവീക ഇടപെടലുകൾ നമുക്ക് വളരെ ഹൃദയസ്പർശിയായിട്ട് അനുഭവപ്പെടുകയാണ്.
അങ്ങനെ ഈ നൈൽ നദിയുടെ ഓളത്തിലൂടെ ഈ പെട്ടകത്തിൽ ഈ തങ്കക്കുടം പോലെയുള്ള ഈ കുഞ്ഞ് ഇങ്ങനെ ഓളത്തിനൊത്ത് അവൻ തുള്ളുകയാണ്. അങ്ങനെ ആ കിടപ്പിൻ്റെ അവസാനം അവൻ നിലവിളിയിലേക്ക് എത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ ഇടപെടലിൻ്റെ സമയമായപ്പോൾ ഫറവോയുടെ തന്നെ പുത്രി തോഴിമാരോടുകൂടെ കുളിക്കാനായിട്ട് നൈൽ നദിയിലേക്ക് വരികയാണ്. ആ വരുന്ന സമയത്ത് വെള്ളത്തിലിറങ്ങിയപ്പോഴാണ് ഇതിനകത്ത് കിടക്കുന്ന ഈ കുഞ്ഞിനെ കണ്ണിൽപ്പെടുക. വചനം പറയുന്നുണ്ട്, ആ കുഞ്ഞിനോട് അവൾക്ക് അനുകമ്പ തോന്നാൻ ദൈവം ഇടയാക്കി. അങ്ങനെ തോഴിമാരെ കൊണ്ട് ഈ പെട്ടകം മെല്ലെ സാവകാശം പൊട്ടിച്ചപ്പം തങ്കക്കുടം പോലെ ഒരു കുഞ്ഞ് അതിനകത്ത് അവൻ നിലവിളിയിട്ട് കരയുകയാണ്. ആ ഓമനക്കുടത്തിനെ കണ്ടപ്പോൾ ഫറവോയുടെ പുത്രിക്ക് അതിനോട് സ്നേഹം തോന്നി, അതിനെ വളർത്തണമെന്നുള്ള ആശ മനസ്സിൽ തോന്നി. അങ്ങനെ തോഴിമാരോട് പറയുകയാണ്, ഈ കുഞ്ഞിനെ നമുക്ക് പാല് കൊടുത്ത് വളർത്താൻ ഒരു അമ്മയെ കണ്ടുപിടിക്കണം. അപ്പോൾ കൊച്ചിനെ കണ്ടത് ഫറവോയുടെ പുത്രിക്ക് മനസ്സിലായി, ഇത് ഹെബ്രായർക്ക് ജനിച്ച ഒരു കുട്ടിയാണ് എന്നുള്ള കാര്യം. പക്ഷേ അതിൻ്റെ ആ ആകർഷണീയത്വവും ആ നിഷ്കളങ്കതയും ആ കാണാനുള്ള ഭംഗിയും ഒക്കെ ആയിരിക്കാം അവളിൽ ആ കുഞ്ഞിനിൽ സ്നേഹം ജനിപ്പിക്കുകയാണ്. ഉടനെ അവർ പോയി ഈ കുഞ്ഞിന് പാൽ കൊടുത്ത് വളർത്താനായിട്ട് ഒരമ്മയെ അന്വേഷിച്ചു. അപ്പോൾ ഇവള് തന്നെ പോയിട്ട് കൊച്ചിൻ്റെ സ്വന്തം അമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു. തിരുവചനം നമുക്കൊന്ന് വായിച്ച് കേട്ടാൽ കുറച്ചും കൂടെ അത് ഹൃദയസ്പർശിയായിട്ട് നമുക്ക് തോന്നും. വചനം പറയുകയാണ്, ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു, ആര്? ഈ വിളിച്ചുകൊണ്ട് വന്ന ആ സ്ത്രീയോട് പറഞ്ഞു, ഈ ശിശുവിനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി മുലയൂട്ടി വളർത്തുക. ആർക്ക് വേണ്ടി? ഫറവോയുടെ പുത്രിക്ക് വേണ്ടി ഈ കൊച്ചിനെ മുലയൂട്ടി വളർത്താൻ. ഞാൻ നിനക്ക് ശമ്പളം തന്നുകൊള്ളാം. വെറുതെ ഒന്നും നീ ചെയ്യണ്ട, നിനക്ക് ഞാൻ ശമ്പളം തരാം. നോക്ക്, ഈ ഭൂമിയിൽ എനിക്ക് തോന്നുന്നു ഇതൊരു ആദ്യം ഒരു അമ്മയാകാനായിട്ടാണ് സാധ്യത. സ്വന്തം കുഞ്ഞിന് പാല് കൊടുത്തു വളർത്തി എന്നതിൻ്റെ പേരിൽ വേതനം പറ്റുന്ന ഒരമ്മ സ്വന്തം കുഞ്ഞിന് പാല് കൊടുക്കുന്നതിൽ ശമ്പളം പറ്റുകയാണ്. അങ്ങനെ അവൾ ശിശുവിനെ കൊണ്ടുപോയി വളർത്തി. തൻ്റെ ശത്രുവിൻ്റെ രാജകൊട്ടാരത്തിൽ രാജാവിനെ പോലെ വളർന്നു വരുന്ന മോശയെ നമ്മൾ കാണുകയാണ്. എന്ന് വെച്ചാൽ ഈ തിരുവചനത്തിൻ്റെ അഭിഷേകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തികളെ കൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനും മുഴുവനും അവൻ നടപ്പിലാക്കും എന്ന് നമ്മൾ കാണുകയാണ്. ഇന്ന് നമ്മൾ ഈ സുവിശേഷ മേഖലയിൽ ഒക്കെ നിൽക്കുമ്പോൾ ഒത്തിരി സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ വളരെ ഗദ്ഗതത്തോടുകൂടെ പങ്കുവയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്നാളൊരു സഹോദരൻ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് നല്ല മധ്യസ്ഥ പ്രാർത്ഥനയുടെ വരവുണ്ട്, ഞാൻ നന്നായി പ്രാർത്ഥിക്കും, പക്ഷേ അവരാരും എന്നെ വളർത്തിയില്ല, എന്നെ അതിനായി അവർ സഹായിച്ചില്ല, എന്നെ വളർത്തിയില്ല, എന്നെ ആരും സഹായിച്ചില്ല. ഇങ്ങനെയുള്ള ഈ ബുദ്ധിമുട്ടുകളുമായിട്ടൊന്നും നമ്മൾ നടക്കേണ്ട കാര്യമില്ല. ദൈവം ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ ആളെ കൊണ്ട് ദൈവം എന്തെല്ലാം പ്രവർത്തികൾ ചെയ്യാനായിട്ട് മനസ്സാകുന്നോ ആ വ്യക്തിയിലൂടെ തന്നെ ആ കാര്യങ്ങളെല്ലാം കർത്താവ് ചെയ്യിച്ചിരിക്കും. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, 10-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുകയാണ്, ആ ശിശു വളർന്നപ്പോൾ അവൾ അവനെ ഫറവോയുടെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൾ അവനെ പുത്രനായി സ്വീകരിച്ചു. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവന് മോശ എന്ന് പേരിട്ടു. വെള്ളത്തിൽ നിന്ന് എടുത്തവൻ, അതുകൊണ്ട് മോശ എന്ന പേര് കൊടുത്ത് അവനങ്ങനെ രാജകൊട്ടാരത്തിൽ വളരുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയെ തകിടം മറിക്കാൻ ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും സാധിക്കുകയില്ല എന്ന് നമ്മളിവിടെ കാണുകയാണ്. വീണ്ടും മോശ വളരുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതികൾ, ഒരുപാട് പദ്ധതികൾ മോശയിലൂടെ ദൈവം നടപ്പിലാക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്ന ഒരു വചനഭാഗമുണ്ട്. കർത്താവേ, ഞാൻ ഒരിക്കലും വാക്ചാതുരി ഉള്ളവനായിരുന്നില്ല, സംസാരിക്കുമ്പോൾ നാവിന് തടസ്സം ഉള്ളവനാണ്. വാക്ചാതുര്യം ഇല്ലാത്ത,
സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ള ഈ മോശയെ കൊണ്ടാണ് ദൈവം ഇസ്രായേൽ ജനത്തെ നയിക്കാനുള്ള നേതാവായിട്ട് അതിശക്തമായ രീതിയിൽ തിരഞ്ഞെടുക്കുന്നത്. ഫറവോൻ്റെ രാജകൊട്ടാരത്തിൽ ഒരുപാട് തവണ മോശ കയറിയിറങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ മോശയ്ക്ക് ധൈര്യമായി കൂട്ടായി സഹോദരനായിട്ട് കൂട്ടായിട്ട് അഹറോനെ കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ ശക്തമായ കരുത്തുറ്റ കരങ്ങൾ കൊണ്ട് മോസസിനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിക്കുന്ന കർത്താവിൻ്റെ വലിയ പദ്ധതിയാർന്ന കരുണയാർന്ന സ്നേഹമാണ് നമ്മളിവിടെ കാണുന്നത്. ചില പൊട്ടന്മാരെയും കൊണ്ട് ചില പൊട്ടികളെ കൊണ്ട് കർത്താവ് ചെയ്യിക്കുന്ന വൻ കാര്യങ്ങൾ നമ്മൾ ഈ കാലയളവിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ വലിയ വിദ്യാഭ്യാസമില്ല, അറിവില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ദൈവം ഒരു കാര്യത്തിന് വേണ്ടി ഒരാളെ അങ്ങ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി ദൈവത്തിന് പരിശുദ്ധാത്മാവിന് ആ വ്യക്തിയെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയിലൂടെ പ്രവർത്തിക്കുന്നത് മുഴുവനും ദൈവത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് ദൈവം നമ്മളെ വളർത്തിക്കഴിയുമ്പോൾ നമ്മൾ വളരും. അതിനുവേണ്ടി ദൈവം പ്രത്യേകം ചിലരെ അവിടുന്ന് തിരഞ്ഞെടുക്കുകയും ചെയ്യും. അതുകൊണ്ടിങ്ങനെ ആരും എന്നെ സഹായിച്ചില്ല, ആരും എന്നെ വളർത്തിയില്ല എന്നൊക്കെ പിഴച്ചും വഴി പറഞ്ഞും ഒക്കെ നമ്മൾ തള്ളിപ്പറഞ്ഞുമൊക്കെ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. ജെറമ്യായുടെ പ്രവചന ഗ്രന്ഥം 29-ാം അധ്യായം 11-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. ഒരുപാട് തവണ നമ്മൾ കേട്ടേക്കുന്ന ഒരു തിരുവെഴുത്താണ് ഇത്. ഒത്തിരി നമ്മൾ ധ്യാനിച്ചിട്ടുമുണ്ട്. പക്ഷേ എത്ര കേട്ടാലും എത്ര ധ്യാനിച്ചാലും മതി വരാത്ത ഒരു വചനമാണ് ഇത്. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നമ്മളെക്കുറിച്ചുള്ള പദ്ധതി ഇട്ടേക്കുന്നത് ദൈവമായ കർത്താവാണത്രേ. നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി, അത് കർത്താവിൻ്റെ മനസ്സിലുള്ള പദ്ധതിയാണ്. കർത്താവിൻ്റെ മനസ്സിലുള്ള പദ്ധതിക്ക് എന്ത് തടസ്സം നിന്നാലും അത് നടക്കും. നമ്മൾ കാണുകയല്ലേ, ഹെബ്രായ സ്ത്രീകളെ കൊണ്ടാകുന്ന മുഴുവൻ കുട്ടികളെ നൈൽ നദിയിൽ എറിഞ്ഞ് കൊല്ലാനായിട്ടാണ് പറഞ്ഞത്. പക്ഷേ ദൈവം അവിടെയും ഒരാളെ തിരഞ്ഞെടുത്തു ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി. അതുകൊണ്ട് ആ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്ക് വേണ്ട മുഴുവൻ സുരക്ഷിതത്വവും സംരക്ഷണവും കരുതലും നൽകി കർത്താവ് കൂടെ 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 നടന്ന് വളർത്തിക്കൊണ്ടുവരികയാണ് ഈ മോശയെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവം നമ്മളെ ഒരു കാര്യത്തിന് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിന് വേണ്ട മുഴുവൻ സംരക്ഷണവും സുരക്ഷിതത്വവും പ്രശ്നങ്ങളിൽ അടിപതറാതിരിക്കാനുള്ള മനഃശക്തിയും ഒക്കെ നമുക്ക് തന്ന് കർത്താവ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഒരുപാട് തവണ ഓർത്തിട്ടുണ്ട്, കർത്താവെ എന്തുകൊണ്ടാണ് അവിടുന്ന് തന്നെ ഈ മേഖലയിലേക്ക് ഉയർത്തിയിരിക്കുക? എനിക്കൊരു കഴിവില്ലല്ലോ, എനിക്കൊരു ബലമില്ലല്ലോ, എനിക്കൊരു ശക്തിയില്ലല്ലോ എന്നൊക്കെ പലപ്പോഴും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും തമ്പുരാൻ്റെ സന്നിധിയിൽ നന്ദിയോടെ ഇരുന്ന് കണ്ണുനീർ പൊഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓർക്കുക, കർത്താവ് എന്നെക്കൊണ്ടൊരു കാര്യം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ അതിനെൻ്റെ കഴിവും ബുദ്ധി സാമർഥ്യം ഒന്നും കർത്താവിന് ആവശ്യമില്ല. കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടതെല്ലാം അവൻ കൂട്ടിച്ചേർത്ത് തരപ്പെടും. ചില മനുഷ്യരെ കൊണ്ടൊക്കെ ദൈവം എത്ര വലിയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, ഈ ഷാലോം TV ഇതിന് തുടക്കത്തിന് വേണ്ടി ബെന്നി പുന്നത്തറ സാറിനെ കർത്താവ് ഉയർത്തി. എല്ലാ കാര്യങ്ങളും വഴിക്ക് വഴിയെ കർത്താവ് ചേർത്ത് നൽകിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ലോകം മുഴുവനും ഇന്ന് ഇത് പടർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ ഓർത്തുകൊള്ളുക, കർത്താവ് ഒരാളെ തിരഞ്ഞെടുത്താൽ ആ വ്യക്തിയിലൂടെ കർത്താവിൻ്റെ മനസ്സ് കർത്താവ് നിറവേറ്റും. ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ വിശുദ്ധനായ ആ പുണ്യാത്മാവ് പറയുന്ന ഒരു നല്ല വാചകമുണ്ട്, ദൈവത്തിൻ്റെ ഹിതം നടത്തും. അതാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ വിശുദ്ധനായ
ആ പുണ്യ മനുഷ്യൻ പറഞ്ഞു വച്ച കാര്യം. ദൈവത്തിൻ്റെ ഹിതം നടക്കും, ദൈവം നടത്തും. യെരമ്യാ പ്രവാചകനിലൂടെ അത് ഉറപ്പിക്കുകയാണ്. നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. കർത്താവിൻ്റെ മനസ്സിലാണ് ജോസഫിനെക്കുറിച്ചും മേരിയെക്കുറിച്ചും തങ്കമ്മയെക്കുറിച്ചും ഏലിയാമ്മയെക്കുറിച്ചും അനീഷിനെക്കുറിച്ചും ഒക്കെയുള്ള പദ്ധതി ഇട്ട് വച്ചേക്കുന്നത് കർത്താവാണ്. കർത്താവ് അത് നിറവേറ്റുക തന്നെ ചെയ്യും. എന്നിട്ട് എൻ്റെ വാക്യവചനം പറഞ്ഞ പ്രകാരമാണ്, അത് നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ക്ഷേമത്തിനുള്ള പദ്ധതി. നാശത്തിലേക്ക് ആ പദ്ധതി ഒരിക്കലും പോവുകയില്ല, കർത്താവ് വിട്ടു കൊടുക്കുകയുമില്ല. മറിച്ച് അത് ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്രേ. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. മനുഷ്യരുടെ ഭാവി കർത്താവിൻ്റെ കരങ്ങളിലാണ്. അത് ശുഭമായ ഭാവി. കർത്താവ് പദ്ധതി ഇട്ടിരിക്കുന്നവരെക്കുറിച്ച് ശുഭമായ ഭാവി കർത്താവ് തന്നെ കരുതി വച്ചിട്ടുണ്ട്. പ്രത്യാശ. ദൈവത്തിൽ ആശ്രയിച്ച്, അനുനിമിഷവും ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൻ്റെ സ്വരത്തിന് കാതോർത്ത്, ദൈവത്തിൻ്റെ ഇംഗിതമറിഞ്ഞ് പ്രവർത്തിക്കാനായിട്ടുള്ള ആ വലിയ പ്രത്യാശ. ദൈവത്തിൻ്റെ മനസ്സിൽ പദ്ധതി ഇട്ടിട്ടുള്ളവരുടെ പ്രത്യാശ, അവൻ്റെ പ്രത്യാശ, അവളുടെ പ്രത്യാശ, അത് ദൈവത്തിൽ തന്നെയാണെന്ന് വചനം പറയുകയാണ്. നിങ്ങളുടെ ഐശ്വര്യം അങ്ങനെ ഞാൻ പുനഃസ്ഥാപിക്കും. സഹോദരി സഹോദരന്മാരെ, ഈ തിരുവചനത്തിൽ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് എതിരെ വരുന്ന പ്രശ്നങ്ങളെല്ലാം ദൈവഹിതത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുക. അപ്പോൾ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു പ്രവൃത്തിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, അതിന് അനുകൂലമായ സമയവും സാഹചര്യവും നമുക്കായി നൽകുന്നത് നമ്മുടെ ദൈവമാണ്. അതിനു വേണ്ട സാഹചര്യം തരും ദൈവം, അതിനു വേണ്ട സമയം ദൈവം നമുക്ക് തരും. അവിടുത്തെ ഈ വലിയ ഹിതം നടപ്പാക്കാനായിട്ടുള്ള ആ സമയം നമ്മൾ ചെലവഴിക്കുമ്പോൾ, കർത്താവിനോട് കൂടെ നമ്മളായിരിക്കുമ്പോൾ അവിടുന്ന് നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്നുകൂടെ നമ്മൾ വിശ്വസിക്കണം. അങ്ങനെയാണ് പ്രശ്നങ്ങൾ ദൈവിക പദ്ധതികളായി വഴിമാറുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ ദൈവത്തിൻ്റെ വഴികളായി രൂപപ്പെടുകയാണ്. കൊളത്തുവയൽ ധ്യാന കേന്ദ്രത്തിൽ ദമ്പതികൾക്ക് വേണ്ടിയിട്ടുള്ള ധ്യാനം നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ, ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ ഉണ്ട് ഇവിടെ. ഞങ്ങൾ തല്ല് പിടിച്ചിട്ട്, വഴക്ക് പിടിച്ചിട്ട് 3 ആഴ്ചയായി. ഇപ്പോൾ 3 ആഴ്ചയായി. അത്യാവശ്യം മാത്രമേ ഞങ്ങൾ മിണ്ടുന്നുള്ളൂ. ഇപ്പോഴും അതെ, ഇവിടെ വരുമ്പോഴും അതെ. എന്നിട്ട് സഹോദരി പങ്കുവച്ചു, അങ്ങനെയാണെങ്കിലും ഈ വലിയൊരു വഴക്കും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് സിസ്റ്ററെ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി, ഈ 20 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ 2 പേരും കൂടെ ഒരുമിച്ചിരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടി പറയുക, അങ്ങനെ ഒരു വഴക്കും തർക്കവും ഉണ്ടാകാൻ ദൈവം അനുവദിച്ചതുകൊണ്ട്, വഴക്കും തർക്കവും ഉണ്ടാകാൻ ദൈവം അനുവദിച്ചതുകൊണ്ട് ഞങ്ങളിന്ന് ഒരുമിച്ച് ഈ ദൈവഭവനത്തിലായിരിക്കുന്നു. ഓർക്കുക, പ്രശ്നങ്ങൾ ദൈവഹിതത്തിന് വഴിമാറുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ദൈവഹിതത്തിന് വഴിമാറുന്നു. അപ്പോൾ നമ്മളുടെ ജീവിതം ദൈവനിയോഗപ്രകാരമാണ് എന്ന് വിശ്വസിക്കുമ്പോൾ കടന്നു വരുന്ന ജീവിത വിഷയങ്ങളെ ഓർത്ത് നന്ദി പറയാനും സ്തുതി പറയാനും ഒക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ക്ഷമയോടെ പ്രാർത്ഥിച്ച് നല്ല ജീവിതാനുഭവങ്ങളും എല്ലാ ജീവിതാനുഭവങ്ങളും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കണം. പൗലോസ്ലീഹ എഫെസ്യൻകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ തിരുവചനം ഇപ്രകാരം നമ്മൾ കാണുകയാണ്. അവിടെ ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു.
തൻ്റെ പദ്ധതിയുടെ രഹസ്യം അവിടുന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവരെ എല്ലാം ദൈവം എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടായിരിക്കുന്നത്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ എപ്പോഴും ദൈവം ഓർമ്മിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവരെക്കുറിച്ചുള്ള ഓർമ്മ അവിടുത്തെ മനസ്സിലുണ്ട്, അവിടുത്തെ ഹൃദയത്തിലുണ്ട്. ആ ഓർമ്മകളിൽ നമുക്ക് ജീവിക്കാനുള്ള ഭാഗ്യം എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ സക്രിയ പുരോഹിതനെ നമ്മൾ കാണുന്നുണ്ട്. ഒരു കുഞ്ഞിനു വേണ്ടിയിട്ടുള്ള ദീർഘവർഷത്തെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായി ദൈവമായ കർത്താവിൻ്റെ ദൂതൻ സക്രിയായുടെ മുൻപിൽ പ്രത്യക്ഷമാവുകയും യോഹന്നാനാകുന്ന ആ കുഞ്ഞിനെ നൽകി ആ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. വർഷങ്ങൾ ദൈവത്തെ വിളിച്ചും സ്നേഹിച്ചും പ്രാർത്ഥിച്ചും കഴിയുന്ന നമ്മളെക്കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതി വളരെ നല്ല പദ്ധതിയാണ്. അപ്പം ആ പദ്ധതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ച് കഴിയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നതൊക്കെ നമ്മളിലൂടെ അവിടുന്ന് നടപ്പിലാക്കും. അതിനു വേണ്ട സ്വർഗീയ പ്രകാശവും സ്വർഗ തേജസ്സും തന്ന് നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പിതാവോ മാതാവോ യുവാവോ യുവതിയോ ഒരു സിസ്റ്ററോ ഒരു പുരോഹിതനോ ഒക്കെ ആകാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി നമ്മളിൽ മനോഹരമായിട്ട് നിറവേറിയപ്പോൾ ഓർത്തുകൊള്ളുക, അതിനെതിരെ വരുന്നതൊന്നും വിജയിപ്പിക്കുവാൻ ദൈവം അനുവദിക്കില്ല. ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മളിലൂടെ തന്നെ അവിടുന്ന് നടപ്പിലാക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അവിടുന്ന് തിരുവെഴുത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചല്ലോ. പീഡിപ്പിക്കുന്തോറും അവർ കൂടുതൽ ശക്തിയുള്ളവരായി മാറി. ഓരോ പീഡനങ്ങളിലും ഞങ്ങളെ കാത്തിരിക്കുന്ന നിൻ്റെ പദ്ധതിയുടെ ആ പരമ വെളിച്ചം, അതിൻ്റെ ആഴം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അവിടത്തേക്ക് അറിയാവുന്നതുപോലെ മറ്റാർക്കും അറിവില്ലല്ലോ. നല്ല ദൈവമേ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ അങ്ങയുടെ സ്നേഹത്തിന് മുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഞങ്ങളെക്കുറിച്ച് അവിടുന്ന് ഇട്ടിരിക്കുന്ന മോഹനവും പ്രതീക്ഷയും പ്രത്യാശാഭരിതവുമായ ആ ഭാവി പുനഃസ്ഥാപിക്കുന്നത് അനുഭവിക്കുവാനുള്ള ദിവ്യ വെളിച്ചം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ആമേൻ.